സരസ്വതി സമ്മാൻ. ഹിന്ദു പുരാണങ്ങളിലെ വിദ്യാദേവിയായ സരസ്വതിയാണ് ഈ പേരിൻ്റെ ആധാരം. എന്താണ് സരസ്വതി സമ്മാൻ അഥവാ സരസ്വതി സമ്മാനം? ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന ആദരവാണ് സരസ്വതി സമ്മാൻ. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ 8ാമത്തെ പട്ടികയിൽ 22 ഭാഷകളെ അംഗീകരിച്ചിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ രചിക്കപ്പെട്ട ഗദ്യമോ പദ്യമോ ആയ കൃതികൾക്കാണ് പൊതുവെ സരസ്വതി സമ്മാനം നൽകി ആദരിക്കപ്പെടുന്നത്. സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും മികച്ച പുരസ്കാരമായിട്ടാണ് സരസ്വതി സമ്മാനത്തെ പരിഗണിക്കപ്പെടുന്നത്. 15 ലക്ഷം ഇന്ത്യൻ രൂപയും സമ്മാന ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. 1991 സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയത് കെ ബിർള ഫൗണ്ടേഷനാണ്. അതായത് ഈ സരസ്വതി സമ്മാനം എന്ന അവാർഡ് എന്ന പുരസ്കാരം ആരംഭിക്കുന്നത് 1991 ഇതിന് ആരംഭം കുറിച്ചിരിക്കുന്നത് അഥവാ ഇങ്ങനെയൊരു സമ്മാനം, ഇങ്ങനെയൊരു പുരസ്കാരം ആരംഭിച്ചിരിക്കുന്നത് കെ ബിർള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ കെ ബിർള ഫൗണ്ടേഷൻ തന്നെയാണ് ഇതിനുള്ള പ്രശസ്തി പത്രവും തുകയും സമ്മാന ഫലകവും ഒക്കെ നൽകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1991 സരസ്വതി സമ്മാൻ പുരസ്കാരം ആരംഭിച്ചിരിക്കുന്നു. ആർക്കായിരിക്കാം 1991 ആദ്യത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? അത് പ്രഥമ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിരിക്കുന്നത് ഹരിവംശറായ് ബച്ചൻ എന്ന വ്യക്തിയാണ്. ഹരിവംശറായ് ബച്ചൻ എന്ന വ്യക്തിക്കാണ് 1991 സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഇദ്ദേഹം നൂറ്റാണ്ടിൻ്റെ കവി എന്നും അറിയപ്പെടുന്നു. നൂറ്റാണ്ടിൻ്റെ കവി എന്നറിയപ്പെടുന്ന ഹരിവംശറായ് ബച്ചനാണ് 1991 സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിട്ടുള്ളത്. ശേഷം ആദ്യത്തെ പ്രഥമ സരസ്വതി സമ്മാൻ ജേതാവിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കപ്പെട്ടു. എന്നാൽ പ്രഥമ വനിത ആരായിരിക്കാം അഥവാ സരസ്വതി സമ്മാൻ നേടുന്ന ആദ്യത്തെ വനിത ആരായിരിക്കാം? അത് 1995 ഈ പുരസ്കാരം ഒരു പ്രഥമ വനിതയ്ക്ക് ലഭിക്കുന്നത്. അത് ബാലാമണി അമ്മയ്ക്കാണ്. 1995 സരസ്വതി സമ്മാൻ മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സരസ്വതി സമ്മാൻ ജേതാവും സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയും 1995 പുരസ്കാര ജേതാവായിട്ടുള്ള ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയുടെ നിവേദ്യം എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിൽ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്നത്. 1991 ഹരിവംശറായ് ബച്ചനാണ് ആദ്യത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് 1992 രണ്ടാമത്തെ പുരസ്കാര ജേതാവാണ് രമാകാന്ത് രദ്. ഇദ്ദേഹം ഒരു ഒഡിയ കവിയാണ്. മാത്രമല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു. 2025 മാർച്ച് 16 ഇദ്ദേഹം അന്തരിച്ചത്. ശേഷം പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 28ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിട്ടുള്ളത് കെ ശിവറെഡ്ഡിക്കാണ്. 2028 28ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ജേതാവ് തെലുങ്ക് കവിയായ കെ ശിവറെഡ്ഡിയാണ്. അദ്ദേഹത്തിൻ്റെ പക്കാക്കി ഒട്ടിഗിലൈറ്റ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്. 2019 29ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം വാസുദേവ് മോഹി എന്ന സിന്ധി ഭാഷാ കവിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2019 29ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം വാസുദേവ് മോഹി എന്ന സിന്ധി ഭാഷാ കവിയായ വാസുദേവ് മോഹിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2020 30ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് മറാത്തി എഴുത്തുകാരനായ ശരൺ കുമാർ ലിംബാളെ എന്ന എഴുത്തുകാരനാണ്. 2020 30ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് ശരൺ കുമാർ ലിംബാളെ എന്ന മറാത്തി എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ മറാത്തി നോവലായ സനാതൻ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഓർക്കുക, 2020 30ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ശരൺ കുമാർ ലിംബാളയ്ക്കാണ്. ഇദ്ദേഹം ഒരു മറാത്തി എഴുത്തുകാരനാണ്. സനാതൻ എന്ന മറാത്തി നോവലിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ ശരൺ കുമാർ ലിംബാളയെ സംബന്ധിച്ച് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദളിത് സാഹിത്യകാരൻ കൂടിയാണ് ഇദ്ദേഹം. ഇനി 2021 31ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് രാംദർശ് മിശ്ര എന്ന ഹിന്ദി എഴുത്തുകാരനാണ്. 2021 31ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം രാംദർശ് മിശ്ര എന്ന ഹിന്ദി സാഹിത്യകാരനാണ്. മേ തും യഹാ ഹും എന്ന കവിതയ്ക്കാണ് ഈ പുരസ്കാരം അർഹമായിട്ടുള്ളത്. 2022 32ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് തമിഴ് എഴുത്തുകാരനായ ശിവശങ്കരി എന്ന വ്യക്തിക്കാണ്. 2022 32ാമത്തെ ഓർക്കുക, 2022 32ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ശിവശങ്കരി എന്ന തമിഴ് എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള സൂര്യവംശം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. ഇനി 2023 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ഒരു മലയാളിക്കാണ് ലഭിച്ചിരിക്കുന്നത്. പ്രഭാവർമ്മ എന്ന മലയാളിക്കാണ് ലഭിച്ചിരിക്കുന്നത്. പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് 2023 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഈ പ്രഭാവർമ്മ ഒരു മലയാളി എഴുത്തുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ്
ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഓർക്കുക, ആദ്യമായിട്ട് സരസ്വതി സമ്മാനം പുരസ്കാരം മലയാള സാഹിത്യത്തിൽ കൊണ്ടുവന്നത് ബാലാമണി അമ്മയാണ്. പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷം, അതിനുശേഷം 2025 ഉണ്ട് കേട്ടോ, 2012 ഉണ്ട്. അങ്ങനെ 2012 ശേഷം 2023 12 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ രൗദ്ര സാത്വികത്തിന് പ്രഭാവർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുകയാണ്. 2024 34ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ഭദ്രേഷ് ദാസ് സ്വാമി എന്നൊരു സംസ്കൃത സാഹിത്യകാരനാണ് ലഭിക്കുന്നത്. 2024 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ഭദ്രേഷ് ദാസ് സ്വാമി എന്നൊരു സംസ്കൃത സാഹിത്യകാരന് ലഭിക്കുന്നു. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. 2024 34ാമത്തെ പുരസ്കാരം ഭദ്രേഷ് ദാസ് സ്വാമി എന്ന സംസ്കൃത സാഹിത്യകാരന് ലഭിക്കുന്നു. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം അർഹമായിട്ടുള്ളത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2025 35ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം രാം കുമാർ മുഖോപാധ്യായ് അഥവാ രാം കുമാർ മുഖോപാധ്യായ് എന്ന ബംഗാളി എഴുത്തുകാരനാണ് ലഭിച്ചിരിക്കുന്നത്. 2025 35ാമത്തെ സാഹിത്യ സരസ്വതി സമ്മാൻ പുരസ്കാരം രാം കുമാർ മുഖോപാധ്യായ് എന്ന ബംഗാളി എഴുത്തുകാരനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹരപാർവതി കഥ എന്ന നോവലിനാണ് ഈ പുരസ്കാരം അർഹമായിട്ടുള്ളത്. 2025 35ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം രാം കുമാർ മുഖോപാധ്യായ് ബംഗാളി എഴുത്തുകാരനാണ്. ഹരപാർവതി കഥ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ ബാലാമണി അമ്മയും തുടർന്ന് 2023 പ്രഭാവർമ്മയുടെയും സരസ്വതി സമ്മാൻ പുരസ്കാരങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ 4 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞു 1995 ആദ്യ മലയാളി ജേതാവും ആദ്യ വനിതയും പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി ജേതാവും ആദ്യ മലയാളി വനിതയുമാണ് ബാലാമണി അമ്മ. അവരുടെ നിവേദ്യം എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. തുടർന്ന് 2005 ശേഷം മലയാളത്തിലേക്ക് ഒരു സരസ്വതി സമ്മാൻ പുരസ്കാരം വരുന്നത്. 2005 കെ അയ്യപ്പ പണിക്കർക്ക്, അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത കൃതികൾക്കാണ് 2005 കെ അയ്യപ്പ പണിക്കർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. പിന്നീട് 2012 സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതിക്കും സരസ്വതി സമ്മാൻ കിട്ടുന്നു. 2012 സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടുന്നു. ശേഷം പ്രഭാവർമ്മയ്ക്ക് 2023 പ്രഭാവർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ രൗദ്ര സാത്വികം എന്ന കൃതിക്കും സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നു. അപ്പോൾ 2012 ശേഷം 12 വർഷങ്ങൾക്ക് ശേഷമാണ് 2023 പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സാത്വികം എന്ന കൃതിക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1991 ആരംഭിച്ച സരസ്വതി സമ്മാൻ പുരസ്കാരം 2025 എത്തി നിൽക്കുമ്പോൾ അത് ബംഗാളി എഴുത്തുകാരനായ രാംകുമാർ മുഖോപാധ്യായ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്.